ഇന്ന് കോളേജ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു മൂഡ് ഓഫ്. അതെ അതെ, അങ്ങനെയൊക്കെ വരും. കാണേണ്ടവരൊക്കെ ഒരു ദിവസം കാണാണ്ടായ മൂഡ് ഓഫ് ആവും. കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ അവസ്ഥയിലാണല്ലോ. കണ്ടത് സ്വപ്നമായിരുന്നല്ലേ? കട്ടില് കണ്ട ഉടനെ കൂർക്കമ്പലി. ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് പോലെയുള്ള നിങ്ങളുടെ കൂർക്കമ്പലി കാരണം ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ? ഓ, ഇപ്പൊ ഒന്ന് ഉറക്കം പിടിച്ച് വന്നതേ ഉള്ളൂ. അതിനിടയിൽ ഒരു സ്വപ്നം കാണല്. ദേ മനുഷ്യ, ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ കൂർക്കം വലിയ സ്വപ്നം കാണലും കൊണ്ടാ മുന്നോട്ട് പോക്കെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടത് ഫലിക്കും. എനിക്ക് ഉറക്കമില്ലാതെ ഭ്രാന്തെടുത്ത് അവസാനം കുത്തിക്കൊല്ലുന്നതേ ഞാനായിരിക്കും നിങ്ങളെ. നിങ്ങളൊക്കെ ഒന്ന് ജയിലിൽ പോയി കിടന്നാ സ്വസ്ഥായിട്ട് ഉറങ്ങെങ്കിലും ചെയ്യാം. നീലിമേ, സ്വപ്നത്തിൽ എന്നെ കൊല്ലാൻ വന്നത് ആരാണെന്നറിയോ? കുഞ്ഞോടായിരുന്നു അത്. ഒടുക്കം അത് തന്നെ സംഭവിക്കും. കുഞ്ഞോളെ കുഞ്ഞോളെ എന്ന് വിളിച്ചോണ്ട് പുറകെ നടക്കുന്ന നിങ്ങളുടെ അന്തക ആ താടക തന്നെയായിരിക്കും. ഏതായാലും കരുതിയിരുന്നോ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളെ ഫലിക്കുമെന്ന. ആ പ്ലാസ്റ്റർ എടുത്ത് വായു മൂക്കൊക്കെ ഒടിച്ചു വെച്ച് വന്ന് കിടന്നുറങ്ങാൻ നോക്കും മനുഷ്യ. വായി മൂക്കൊന്നിനെ ഊത്തുന്ന ചത്തുപോവില്ലേ? എടി മോളെ, നിന്റെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ല, ഇന്ന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. എടി മോളെ, ദേ ഇപ്പൊ ഈ ഓവർ മേക്കപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞു. എടി, നാച്ചുറൽ ബ്യൂട്ടി അതാണ് ഇപ്പൊ സ്റ്റൈല്. ആ കല്യാണം വരുന്നില്ലേ, അതുപോലെ ധാവണിയും പാവടയും ചുറ്റി ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു തുമ്പപ്പൂവിന്റെ ലാവണ്യത്തിൽ. ഹലോ, വേറെ മാൻ? ഏയ്, ഞാനിവിടെ പോവാൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാനൊരിടം വരെ പോവാൻ പോവാ. വരുന്നെങ്കി വാ. അതെവിടെയാടി? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാ ഞാൻ പോവാൻ പോകുന്നത്. വരുന്നുണ്ടെങ്കി വാ. എടി 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 നിക്കടി, ഞാനും വരുന്നുണ്ട്. കോളേജ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറച്ചധികം വന്ന സ്റ്റുഡൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഒന്നിന്റെ ഐക്യു ലെവലൊന്നും അത്ര പോരാ. ഞാനേ കോളേജ് ലെക്ചറോടല്ല ചോദിച്ചത്, ചിന്നുവിനോടാ. എങ്ങനുണ്ട് ചിന്നു? ജയരാമൻ സാറേ, സത്യം പറയാലോ, നല്ല സൂപ്പർ വൈബ്. പിന്നെ അധ്യാപകരൊന്നും അത്രയ്ക്ക് പോരാ, ബാക്കിയെല്ലാം കൊണ്ട് സൂപ്പറാ. ഇന്ന് കോളേജ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു മൂഡ് ഓഫ്. അതെ അതെ, അങ്ങനെയൊക്കെ വരും. കാണേണ്ടവരൊക്കെ ഒരു ദിവസം കാണാണ്ടായ മൂഡ് ഓഫ് ആവും. കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ അവസ്ഥയിലാണല്ലോ. എല്ലാം കൂടി തോറ്റു തുന്നമാടി സപ്ലി എഴുതി നടക്കുമ്പോ പഠിച്ചോളൂ. ചായ. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? കാണേണ്ടവരെ കാണാതിരുന്ന മൂഡ് ഓഫ് ആവുന്നു, മനസ്സിലായില്ല? അത് ചന്ദ്രമ്മേ, ചന്ദ്രമ്മ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറ ചന്ദ്രമ്മ, ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടില്ലെന്ന് ആർക്കും പറയാനാവില്ല.
ആർക്കും ആരോടെങ്കിലും ഇഷ്ടം കാണില്ലെന്ന് പറഞ്ഞാലും അത് കള്ളമാവും. ശരിയല്ലേ ചന്ദ്രലേഖ? ചന്ദ്രലേഖേ, പൂക്കളെ പരിപാലിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് വരണം. ആ ചിന്നു, നീയും കൂടി വാ. വാ ചിന്നു. സാറേ, എന്നെയാണോ? അല്ല, ജയരാമൻ സാറിനോടാ. ഞാനങ്ങോട്ട്. ആ എന്താ മേഡം? കിച്ചണിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ചോദിച്ചത് കേട്ടില്ലേ? ഉച്ചഭക്ഷണത്തിന് ഇന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത്. പതിവ് പോലെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട് മേഡം. അത് പോരാ, ഇന്നിവിടെ ഗസ്റ്റുകൾ ഉണ്ടാവും. സാധാരണ ഗസ്റ്റ് അല്ല, VIP ഗസ്റ്റുകളാ. അതുകൊണ്ട് ഉച്ചഭക്ഷണം ഗംഭീരമാവണം. സദ്യയെങ്കിൽ അത് ഹൈ ക്ലാസ് സദ്യ തന്നെ ആവണം. അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ നല്ല ക്ലാസ് ഫുഡായിരിക്കണം. മനസ്സിലായല്ലോ? ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിക്കോട്ടെ. അത് വെജിറ്റബിൾ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും. ഞാൻ ഇപ്പൊ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ചിന്നു, നീ വേഗം പോയി ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിട്ട് വാ. വേഗം ആവട്ടെ.